ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ബെന്റിലി GT3R എന്ന് പറയുന്നൊരു മോഡലുണ്ട്. ആ ഒരു കാറിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. R എന്ന് പറയുമ്പോൾ റേസിംഗ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഈ ഒരു കാർ പക്ക റേസിംഗ് കാറാണ്. ഇത് ട്രാക്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നിരുന്നാലും UAE ഈ കാറ് വളരെ കുറവാണ്. 1-2 കാറൊക്കെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. യൂസ്ഡ് കാറിലൊന്നും എവിടെയും കാണാനില്ല അത്തരത്തിലുള്ള കാറ്. യൂസ്ഡ് കാറിൽ പഗാനി, അതേപോലെ ലംബോർഗിനി, ബുഗാട്ടീൻ്റെ പല മോഡലെല്ലാ വാഹനങ്ങളും അവൈലബിൾ ആണ്. ഈ ഒരു ബെന്റിലിൻ്റെ GT3R എന്ന് പറയുന്ന മോഡൽ എവിടെയും കാണാനില്ല. കാരണം അത് അപൂർവമായിട്ടുള്ള കാറാണ്. ടോട്ടൽ പ്രൊഡക്ഷൻ ഒന്നായിട്ട് 330 കാറട്ടെ ഈ കാറ് ഇത്തരത്തിലുള്ള കാറുകൾ നിർമ്മിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പിടിക്കുന്നത് ദുബായിൽ ഓട്ടോഡ്രമ്മിൽ നടന്ന ഹാങ്കോക്ക് റേസിംഗ് എന്നാണ് ഞാൻ ഈ ഒരു വാഹനത്തിനെ പരിചയപ്പെടുന്നതും അതിനെപ്പറ്റി അതിൻ്റെ വീഡിയോ പിടിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ ടെക്നിക്കലൊന്നും ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്തിട്ട് കിട്ടില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വളരെ അപൂർവമാണ്. കാരണം ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനൊന്നും അവർ എന്താ പറയുക എവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. വളരെ കുറച്ചായിട്ടുള്ള ഡാറ്റകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ BHP വരുന്നത് 550 മുതൽ 600 BHP റേഞ്ചിലാണ് വരുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പവർ. അതേപോലെ 8 സിലിണ്ടറാണ് ഈ വാഹനത്തിനുള്ളത്. അതേപോലെ ടോർക്ക് ഇതിന് പ്രൊപ്പലർ ഷാഫ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പ്രൊപ്പലർ ഷാഫ്റ്റ് കാർബൺ ഫൈബറാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ വാഹനം ഞാൻ നേരിട്ട് കണ്ട സമയത്ത് ഇതിൻ്റെ എൻജിൻ ഫ്രണ്ടിലും ഇതിൻ്റെ ഗിയർ ബോക്സ് റിയറിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോർക്ക് ട്യൂബ് എന്നുള്ളൊരു സംഭവമുള്ളത്. ഫെരാരിയിലും അതേപോലെ ആസ്റ്റൺ മാർട്ടിനിലൊക്കെ കണ്ടുവരുന്നുണ്ട് ഈ ഒരു ടോർക്ക് ട്യൂബ് എന്ന് പറയുന്ന സംഭവം. 24 hours റേസിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ ഒരു വാഹനം. ലാപ്പ് കംപ്ലീറ്റ് എന്താ പറയുക 24 hours ഈ ഒരു വാഹനം ട്രാക്കിൽ ഓടിയിട്ടുണ്ട്. ഇതിന് 6th പ്ലേസാണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഓഡീൻ്റെ R8, അതേപോലെ BMW ബെൻസൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് 6ാം സ്ഥാനത്താണ് ഈ ഒരു 6ാമത്തെ പ്രൈസാണ് ഈ ഒരു വാഹനത്തിന് കിട്ടിയിട്ടുള്ളത്. ഈ വാഹനം ആ ഒരു 24 hours കംപ്ലീറ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ശരിക്കും പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ വലിയ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതാണ് ശരിക്കും ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ടൈം കംപ്ലീറ്റ് ഓടണം ഈ ഒരു വാഹനം, എന്നാലേ അതിൻ്റെ ഒരു ശരിക്കും ഒരു പെർഫോമൻസ് ഇതാവുള്ളൂ. ഇപ്പോൾ ഫെയിലായിട്ട് നിൽക്കുകയൊക്കെ ആണെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവുക, ഇത്തരത്തിലുള്ള പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ ബെന്റിലി റേസിങ്ങിലൊക്കെ ശരിക്കും എന്താ പറയുക മുൻനിരയിൽ നിന്ന ടീമായിരുന്നു. പിന്നീട് അവർ റേസിങ്ങിലൊക്കെ ലക്ഷം പിന്നോട്ടാണ്. ഇത് അവർ ഇറക്കിയൊരു കാറാണ് GT3R എന്ന് പറയുന്ന ഒരു കാറ്. ഇപ്പോൾ പോർഷെ, അതേപോലെ ലംബോർഗിനി, അതേപോലെ തന്നെ ഫെറാരി കാറുകളൊക്കെ ആയിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു കാറ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് പക്ക ട്രാക്ക് കാറാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സംഭവങ്ങളും അതേപോലെ അതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാം. ഇത് ഫ്രണ്ട് എഞ്ചിനും അതേപോലെ റിയറിൽ ഗിയർ ബോക്സ് ഉള്ള ഈ ഒരു വാഹനത്തിന് ഒട്ടുമിക്ക സ്പോർട്സ് കാറുകൾക്കും GT റേസിംഗ് കാറുകൾക്കും ഇത്തരത്തിലാണ് എഞ്ചിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്. ഫ്രണ്ടിലാണ് ഇതിന് എഞ്ചിൻ വരിക, ഗിയർ ബോക്സ് റിയറിൽ വരിക. അതേപോലെ ഇതിന് ന്യൂമാറ്റിക് ക്ലച്ച് സിസ്റ്റവും അതേപോലെ ന്യൂമാറ്റിക് ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ഉണ്ട്. എയർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ക്ലച്ച് വർക്കാവുന്നതും ഗിയർ ഷിഫ്റ്റ് ആവുന്നതൊക്കെ. ഫെറാരിയിലേക്കൊക്കെ വരുന്ന സമയത്ത് അത് ഹൈഡ്രോളിക്കലിയാണ്. ഈ ഒരു വാഹനത്തിൽ പോലെ എയറിലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ അതിൻ്റെ ആൾട്ടർനേറ്ററൊക്കെ ഗിയർ ബോക്സിന് മേലെയുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് ഈ ആൾട്ടർനേറ്റർ ഗിയർ ബോക്സിന് മേലെ ഒരു GT കാറിന്. നേരിട്ട് കണ്ട് മനസ്സിലാക്കുക ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന്. അതുകൂടാതെ ഈ റേസിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് അവർ ഒന്നും കൂടി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പല മൊഡ്യൂളുകളും പല മോണിറ്ററിങ് സിസ്റ്റം കാര്യങ്ങളൊക്കെ അവർ ഫിറ്റ് ചെയ്തിട്ട് ലേശം കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ട്. അതേപോലെ ഇതിൽ ഫയർ സേഫ്റ്റി സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അഥവാ ഈ ഒരു വാഹനം തീ പിടിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി തീ കെടുത്താനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഫ്ലൈറ്റിലൊക്കെ ഉള്ള പോലെ ഫ്ലൈറ്റിൻ്റെ എഞ്ചിൻ്റെ അകത്തൊക്കെ എത്ര ടെമ്പറേച്ചർ അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള തീ കെടുത്താനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഈ ഒരു കാറിന് കുറേ സിസ്റ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നേരിട്ട് വീഡിയോയിൽ കിടക്കാം, നേരിട്ട് കാണാം. വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. ഇതാണ് ബെന്റിലി GT3R എന്ന് പറയുന്ന കാറ്. ഇത് ബെന്റിലി GTനെ അവരൊന്നുകൂടി മോഡിഫൈ ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ള കാറാണ്. ഏകദേശം അതേപോലെയൊക്കെ തന്നെ ഉണ്ട് കാണാൻ. പക്ഷെ അതിൻ്റെ ബോണറ്റിൻ്റെ മേലെ വലിയ എയർ ഡാമൊക്കെ ഉണ്ട്. എയർ ഡാം എന്നാണ് പറയുക. ശരിക്കും അത് ഇൻ്റർകൂളർ വഴി തണുത്ത എയർ ഇതിലെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടാണ്. അതേപോലെ ഇതിൻ്റെ എക്സോസ്റ്റ് പൈപ്പൊക്കെ ഇവിടെയുള്ളത്. ഈ റണ്ണിങ് ബോർഡിൻ്റെ സൈഡിലായിട്ട് എക്സോസ്റ്റ് പൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇത് 2 door 2 seat കൺസെപ്റ്റാണ്. ഈ ഒരു ടെയിൽ ലൈറ്റ് റിയർ പോർഷൻ കംപ്ലീറ്റ് ഏകദേശം GT ആയിട്ട് സാമ്യമുണ്ട്. അതേപോലെ അതിൻ്റെ ബമ്പറിൻ്റെ താഴത്ത് വലിയൊരു എയറിൻ്റെ ഡിഫ്യൂസറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഈ സ്പീഡ് കൂടുമ്പോൾ ഈ ഒരു എയറിൻ്റെ ഫ്ലോ ഒക്കെ കറക്റ്റാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അതേപോലെ അതിൻ്റെ ഗിയർ ബോക്സ് റിയറിലുള്ളത്. ഇവിടെ ആൾട്ടർനേറ്റർ കാണാൻ സാധിക്കുന്നുണ്ട് സൈഡിൽ കൂടെ. ഈ ബമ്പറിൻ്റെ താഴത്ത് കാണുന്ന ഈ ഒരു സംഭവം കേട്ടോ ശരിക്കും ഡിഫ്യൂസർ എന്ന് പറയുന്നത് അത് ഫെറാരി, ലംബോർഗിനി അതേപോലെ തന്നെ ഒട്ടുമിക്ക ഹൈ സ്പീഡ് കാറുകൾക്ക് സംഭവങ്ങൾ കണ്ടുവരുന്നുണ്ട്. അത് എയറിൻ്റെ ഫ്ലോ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്.
അതേപോലെ ഇതിൻ്റെ ഫെൻഡറിൻ്റെ മേലെയൊക്കെ വലിയ എയർ കൂളിങ്ങിന് വലിയൊരു ഹോൾസ് കൊടുത്തിട്ടുണ്ട്. ഇത് പക്ക ചൂടാവും ഈ ഒരു കാറ്, അതുകൊണ്ടാണ് കുറേ ഹോൾസ് അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻ്റർകൂളറും അതേപോലെ റേഡിയേറ്റർ വഴി വരുന്ന ചൂടുള്ള എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോൾസൊക്കെയാണ്. അതേപോലെ അതിൻ്റെ അകത്ത് പല മൊഡ്യൂളുകളും പല സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ഒരു മെക്കാനിക്ക് ഇങ്ങനെ മറച്ചു വെക്കുന്നുണ്ട് ഞാൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവരെ ആ ഒരു സീക്രട്ട് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഒരുപാട് മൊഡ്യൂളുകളും കുറേ സംഭവങ്ങളൊക്കെ അതിൻ്റെ അകത്ത് അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് റേസിങ്ങിൻ്റെ ഭാഗമായിട്ട്. ഇത് റേസിങ് കാർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് പെട്ടെന്ന് അയച്ച് മാറ്റാൻ സാധിക്കും. അത് അങ്ങനെയാണ് അവരൊരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു 24 hours റേസിങ്ങിൻ്റെ സമയത്ത് എന്തെങ്കിലും ഫാൾട്ടോ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ പാർട്ട് പെട്ടെന്ന് അയച്ച് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അയച്ച് മാറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഒരു റേസിങ് ഔട്ടാവും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവർ ഈ ഡോറ് തുറന്ന് നോക്കാനുള്ള ഒരു പെർമിഷൻ തന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ബ്രേക്ക് പെഡൽ അതേപോലെ അതിൻ്റെ സ്പീഡോമീറ്ററൊക്കെ ഇവിടെ കാണാം, ന്യൂട്രലാണ് കാണിക്കുന്നത്. അതേപോലെ അതിൻ്റെ സ്റ്റെയറിംഗ് വീലൊക്കെ ഇവിടെ കാണാം. സ്റ്റെയറിംഗ് വീല് റൗണ്ടില്ല, ഇങ്ങനെ ഒരു ഷേപ്പിലാണ് വരുന്നത്. സ്റ്റെയറിംഗ് വീലിൻ്റെ മേലെ കുറേ സ്വിച്ചുകളൊക്കെ കാണാം. അതേപോലെ അതിൻ്റെ ബ്രേക്ക് ഓയിൽ അതേപോലെ ബ്രേക്ക് പെഡലും ആക്സിലേറ്റർ പെഡലും ഒരു സെറ്റായിട്ടാണ് വരുന്നത്. പെട്ടെന്ന് നമുക്ക് അയച്ച് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഇത് ഇടിച്ച് കഴിഞ്ഞാലും ഒന്നും പറ്റാതിരിക്കാനുള്ള കുറേ ക്രാഷ് ബാറുകൾ കുറേ സംഭവങ്ങളൊക്കെ ഈ വാഹനത്തിനകത്തുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്റ്റെയറിംഗ് വീലിൻ്റെ മേലെ കുറേ ബ്രേക്കിൻ്റെ കൺട്രോളിങ്ങും ഗിയർ ബോക്സിൻ്റെ ഗിയർ ഷിഫ്റ്റിങ് ക്ലച്ച് ഷിഫ്റ്റിംഗ് ഒക്കെ ഈ ഒരു സ്റ്റെയറിംഗ് വീലിൻ്റെ മേലെ വരുന്നത്. ഈ ഒരു ഡോറിൻ്റെ വിൻഡോൻ്റെ മേലെ ഗ്ലാസ് ഒന്നും ഇല്ല കേട്ടോ. അത് ശരിക്കും ഒരു ഫൈബറിൻ്റെ ചെറിയൊരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ അതിന് നമുക്ക് ലെഫ്റ്റ് ബ്രേക്ക് റൈറ്റ് ബ്രേക്കൊക്കെ നമുക്ക് പിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വാഹനത്തിൻ്റെ കണ്ടീഷനും അതേപോലെ സ്പീഡ് അതേപോലെ സ്ലിപ്പാവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് മാനുവലി ഇതിൻ്റെ ABS കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നത് ഈ ഒരു സ്റ്റെയറിംഗ് വീലിൻ്റെ മേലെ. അതേപോലെ ഇതിൻ്റെ ഈ ഒരു ബ്രേക്ക് പെഡലും ഈ ഒരു ആക്സിലേറ്റർ പെഡലൊക്കെ ഇവിടെ കാണാം. അത് പക്ക നമുക്ക് ഊരിയെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്തും കുറേ മൊഡ്യൂളുകൾ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഡോർ ഹാൻഡിലൊക്കെ കാർബൺ ഫൈബറാണ്. ഡോർ ഹാൻഡിലിൻ്റെ മേലെ ഒന്നുമില്ല, പക്ക ഒരു ഡോർ പെഡൽ. അതുപോലെ ഇവിടെ കുറേ ഇതിൻ്റെ സീറ്റ് ഹെഡ് റെസ്റ്റൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമുക്ക് തല തിരിക്കാൻ സാധിക്കില്ല, അങ്ങനത്തെ ഒരു രൂപത്തിലാണ്. നമ്മളെ തല നേർക്കന്നെ വെക്കണം, അങ്ങനെയാണ് ഇതിൻ്റെ സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റ് സംഭവങ്ങളൊക്കെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് പക്ക ഒരു റേസിങ് കാറാട്ടത്. ഇത് കമ്പനിനെ നിർമ്മിക്കുന്ന ഒരു കാറാണ്. അതേപോലെ തന്നെ പോർഷൻ്റെ GT ഒക്കെ വരുന്നുണ്ട്. GT3 R എന്ന് പറയുന്ന മോഡലൊക്കെ ഉണ്ട്. അവരൊക്കെ ഇത്തരത്തിലുള്ള കാറുകൾ നിർമ്മിക്കുന്നുണ്ട്. അതേപോലെ ഇതിന് എഞ്ചിനൊന്നും ശരിക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. എഞ്ചിനൊന്നും അവർ ശരിക്കും പെർമിഷൻ തരില്ല. അതേപോലെ അതിൻ്റെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡും അതേപോലെ വലിയൊരു കാലിബറൊക്കെ കാണാം ബ്രേക്കിൻ്റെ. അതിൻ്റെ പിസ്റ്റൺ നല്ല വലുപ്പമുണ്ട് കേട്ടോ. പെട്ടെന്ന് തണുക്കാനുള്ള ഡിസൈൻ. ശരിക്കും ഇതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. എനിക്കൊരു ലക്കിൽ കിട്ടിയതാണ് ഈ ഒരു വീഡിയോ പിടിക്കാനുള്ള പെർമിഷൻ. ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇൻ്റർനെറ്റിലൊന്നും ഇല്ല കേട്ടോ. അത് അപൂർവമായിട്ട് കാണുന്നൊരു വാഹനം കേട്ടോ.